റവറൻ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഓസ്റ്റിഡി ആശീർവദിച്ച ജോർജിൻ്റെയും എസ്ത്രോണിൻ്റെയും വാസസ്ഥലമായ ഗുഹ, ഈ ബോർഡാണ് നമ്മൾ കാണുന്നത്. ഈ വഴിയിലൂടെ, ഇത് ഏകദേശം 13-ാം സ്ഥലത്തിന് തൊട്ട് മുമ്പ് 12-നും 13-നും ഇടയ്ക്കുള്ള ഒരു വഴിയാണ്. നമ്മൾ ആരംഭത്തിൽ കണ്ടു ഇതിൻ്റെ ചരിത്രത്തിൽ ഈ ജോർജും എസ്ത്രേണും അവരുടെ മകന് സംഭവിച്ച ഒരു സാംക്രമിക രോഗം, ആ രോഗം മാറാൻ വേണ്ടിയാണ് അവരാദ്യമായി ഒരു ചെറിയൊരു കുരിശ് ഈ മലയുടെ മുകളിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചത്. അതിനുശേഷം അത്ഭുതകരമായ രോഗസൗഖ്യമുണ്ടായി. ഇതറിഞ്ഞ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനാണ് ആ കുരിശ് സ്ഥാപിച്ചടുത്ത് ഒരു മരക്കുരിശ് സ്ഥാപിച്ച് 1954 തീർത്ഥാടനം ആരംഭിക്കുന്നത്. നമുക്കെന്തായാലും അവരുടെ ഗുഹയൊന്ന് കാണാം. ഈ കാണുന്നതാണ് ആ ഗുഹ. 1940 സമയങ്ങളിലേക്കാണ് ഈ ഗുഹയിൽ ഈ ദമ്പതികൾ താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇത്രമാത്രം ഈ ഒരു മലയുടെ മുകളിൽ അവരൊറ്റയ്ക്ക്, വേറെ കുടുംബങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവരൊറ്റയ്ക്ക് ഈ മലമുകളിൽ ഈ ഗുഹയിൽ താമസിക്കുന്നു. ക്രൈസ്തവരായിരുന്നു. അവർക്ക് സംഭവിച്ചൊരു സാംക്രമിക രോഗവുമായി ബന്ധപ്പെട്ടാണ് അവർ ഈ കുരിശ് സ്ഥാപിച്ചതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അവർ നിമിത്തം ഇന്ന് ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ലഭിക്കുന്ന ഒരു വലിയൊരു തീർത്ഥാടനത്തിന് സഭയിൽ തീർത്ഥാടന തുടക്കമാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ അവസാനം 14-ാം സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടെ ഈ ഒരു കുരിശുമലയുടെ ഏറ്റവും മുകളിലുള്ള കുരിശ്. ഇവിടെയാണ് അന്ന് പീറ്ററും എസ്ത്രോണും കുരിശ് സ്ഥാപിച്ച് പ്രാർത്ഥിച്ച് അത്ഭുത സൗഖ്യം നേടിയത്. ആ സ്ഥലത്ത് തന്നെയാണ് പിന്നീട് നമ്മളുടെ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ ഒരു മരക്കുരിശ് സ്ഥാപിച്ചത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മരക്കുരിശ് നശിച്ചപ്പോഴാണ് ഇപ്പോൾ കാണുന്ന രീതിയിലൊരു കോൺക്രീറ്റിൻ്റെ വലിയൊരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെയാണ് 14-ാം സ്ഥലവും. അതോടൊപ്പം തന്നെ ഈ ഒരു കുരിശുമല തീർത്ഥാടന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഈ ബലിപീഠത്തിലാണ്. ചെറിയൊരു ഷെഡ് നമുക്ക് കാണാം. പ്രത്യേകിച്ച് വലിയ ദേവാലയം ഒന്നും ഇവിടെ പണിതിട്ടില്ലെങ്കിലും ചെറിയൊരു ഷെഡുണ്ട്. ഇവിടെ നിന്ന് വിശ്വാസികൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, കുരിശിൻ്റെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥന ഇവിടെ വെച്ചാണ് ചൊല്ലുന്നത്. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഏറെ പ്രയാസകരമായ ഒരു മലകയറ്റം തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000-ന് മേലെ 5000-നടുത്തോളം ഹൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. കുത്തനെയുള്ളൊരു താഴോട്ടുള്ളത് സത്യം പറഞ്ഞാൽ പേടിയാവുന്ന രീതിയിലുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കയറുന്നത് വളരെ ബുദ്ധിമുട്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. നമ്മുടെ അടുത്ത് വികാരിയച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു, റെക്ടറച്ഛൻ പറഞ്ഞിരുന്നു, ഇത് യുവജനങ്ങളാണ് കൂടുതലും ഈ മലകയറ്റത്തിൽ നിൽക്കുന്നത് എന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, കയറാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ഒരു കുരിശുമല തീർത്ഥാടനം നമ്മൾ പ്രാർത്ഥിച്ച് നോമ്പെടുത്ത് ഉപവസിച്ച് ഈ ഒരു പ്രാർത്ഥനയുടെ കുരിശുമല കയറുമ്പോൾ നമ്മുടെയൊക്കെ പാപങ്ങൾക്കൊരു പരിഹാരമാണ് ആയിട്ടാണ് നമ്മളെല്ലാവരും കുരിശുമല കയറുന്നത്. തീർച്ചയായിട്ടും ഈ മല കയറുമ്പോൾ അത് നമ്മുടെയൊക്കെ പാപങ്ങൾക്കൊരു പ്രായശ്ചിത്യം നമുക്ക് ഉറപ്പായി ലഭിക്കുമെന്നത് തീർച്ചയാണ്. കുരിശുമലകളിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച നോമ്പിൻ്റെ അവസാന ആഴ്ചയാണ്. മറ്റൊരു കുരിശുമലയുമായി നമുക്ക് കാണാം. നന്ദി.